ഞാനിന്ന് ഉണ്ടാക്കുന്ന ഉണക്ക് കപ്പ പുഴുങ്ങിയതാണ്. മലബാർ സൈഡിലൊക്കെ ഇതിനെ വാട്ടുകപ്പ കുഴച്ചതെന്നാണ് പറയുക. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കപ്പ ജനുവരി മാസമൊക്കെ ആകുമ്പോൾ നമ്മളത് പറിച്ച് ചൂടുവെള്ളത്തിട്ട് വാട്ടിയെടുത്തതിന് ശേഷം വെയിലത്തിട്ട് നന്നായി ഉണങ്ങി വെക്കണം. അങ്ങനെ ഉണങ്ങി നമുക്കൊരു 6-7 മാസം മഴക്കാലമൊക്കെ ആകുമ്പോൾ സൂക്ഷിച്ച് വെച്ചാൽ മഴക്കാലം വരയ്ക്ക് ഇരിക്കും. നല്ല ടേസ്റ്റാണിത്. മഴക്കാലത്ത് ഉണക്കപ്പ പുഴുങ്ങിയതും മീൻകറിയും ഉണക്കപ്പ പുഴുങ്ങിയതും ബീഫും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നമ്മൾ ഉണക്കപ്പ പുഴുങ്ങുന്നത് എങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, തലേ ദിവസം വൈകുന്നേരം തന്നെ ഈ കപ്പ നന്നായി കഴുകി വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കണം. ഒരു രാത്രി മുഴുവൻ കിടന്ന് 7-8 മണിക്കൂർ കുതിർന്നാലേ നന്നായി വെന്ത് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. കുതിർന്നതിന് ശേഷം നമ്മളിത് നന്നായി കഴുകി വാരി ചെറിയ കഷ്ണങ്ങളാക്കി, ഈ രീതിയിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയെടുക്കണം. കുതിർന്നു കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ തന്നെ ഇത് ചെറിയ കഷ്ണങ്ങളായി കിട്ടും. അങ്ങനെ ഞുറുക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായി വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ നമുക്ക് കുക്കറിൽ വെച്ച് വേണമെങ്കിൽ വേവിക്കാം, അല്ല അടുപ്പിൽ വെച്ച് വേവിക്കാനും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഞുറുക്കിയെടുത്ത കപ്പ നന്നായി കഴുകിയെടുക്കുക. 3-4 പ്രാവശ്യം നന്നായി തിരുമ്മി കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്ത കപ്പ നമുക്ക് വേവിച്ചെടുക്കാം. കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മുടെ കപ്പയുടെ അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ചെറിയുള്ളി ഒരു 10-12 എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി കൂടുതൽ ചേർക്കുന്നതാണ് ടേസ്റ്റ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 പച്ചമുളക്. പച്ചമുളകിനേക്കാളും കാന്താരിമുളക് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. കാന്താരിമുളക് ഇല്ലാതിരുന്നതിനാണ് ഞാൻ പച്ചമുളക് എടുത്തത്. ഇനി ഇത് ചെറുതായി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായി ഒന്ന് ഒതുക്കിയെടുക്കണം. കപ്പയുടെ അരപ്പിനുള്ള തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഉണക്കക്കപ്പ പുഴുങ്ങുമ്പോൾ നമ്മൾ കറിവേപ്പില ചേർക്കൂല. പച്ചക്കപ്പയാണെങ്കിൽ നന്നായിട്ട് നമ്മൾ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഉണക്കക്കപ്പയ്ക്ക് കറിവേപ്പില ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതങ്ങനെ ചെയ്തെടുക്കാം. വേവിക്കാൻ വെച്ചിരുന്ന ഉണക്കക്കപ്പ നന്നായി വെന്തിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ അതിനുണ്ടായിരുന്ന വെള്ളം നന്നായി ഊറ്റിക്കളയണം. ഇനി അതിന് ശേഷം അരപ്പ് ചേർത്ത് ഒന്ന് ആവി കയറ്റി ഇളക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പയിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി വരുന്ന അതിന് മുകളിൽ എല്ലായിടത്തും ഒന്ന് ചിതറിക്കിടക്കുന്ന രീതിയിൽ വേണം അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് വെള്ളം കൂടി, അരപ്പ് ആവി കയറാനുള്ളൊരു വെള്ളം കൂടി നമ്മളതിൽ ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്താണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പാത്രം അടച്ചു വെച്ചതിന് ശേഷം അരപ്പ് വേകുമ്പം നമുക്ക് അരപ്പ് വേകി വെള്ളം വറ്റുന്ന സമയം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ കപ്പയുടെ കൂടുതൽ ബീഫ് ഇട്ട് വേവിച്ചാലും വളരെ ടേസ്റ്റാണ്. കപ്പയും മീൻകറിയും കപ്പയും ബീഫും എല്ലാം നല്ല കോമ്പിനേഷനാണ്. മഴക്കാലത്തൊക്കെ ഇത് കഴിക്കാനാണ് വളരെ നല്ലത്. നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ കപ്പയും മീൻകറിയും കപ്പയും ബീഫൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പച്ചക്കപ്പ കഴിക്കാൻ പറ്റാത്ത പ്രമേഹ രോഗികൾക്കുമൊക്കെ വളരെ നല്ലതാണ് ഈ കപ്പ കഴിക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം ആവശ്യത്തിനുണ്ടോ എന്നുള്ളത്. നമുക്ക് നമ്മുടെ ഉണക്കക്കപ്പ പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.